കുരുക്ഷേത്രം, ഭൂമിയല്ലാതെ രക്തം കുടിച്ച യുദ്ധഭൂമി. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടിയ ദിനങ്ങൾ. ജനനം, ധീരന്റെ തുടക്കം. പാണ്ഡവരിൽ മഹാവീരനായ അർജുനന്റെയും സുഭദ്രയുടെയും മകനായി ജനിച്ചവൻ അഭിമന്യു. ഗർഭത്തിലിരിക്കെ തന്നെ അച്ഛൻ അർജുനൻ ചക്രവ്യൂഹം എങ്ങനെ ഭേദിക്കാമെന്ന് പറഞ്ഞത് അവൻ കേട്ടു. പക്ഷേ പുറത്തുവരാനുള്ള രഹസ്യം പറയുന്നതിന് മുൻപ് സുഭദ്ര ഉറങ്ങി. അങ്ങനെ പ്രവേശിക്കാൻ അറിഞ്ഞു. പക്ഷേ പുറത്തുവരാൻ അറിയാതെ വിധി അവന്റെ ജീവിതം എഴുതി. യുദ്ധഭൂമിയിലേക്ക്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 13-ാം ദിവസം ദ്രോണാചാര്യ ചക്രവ്യൂഹം നിർമ്മിച്ചു. അർജുനനെന്ന് യുദ്ധഭൂമിയിൽ ഇല്ലായിരുന്നു. പാണ്ഡവർ തമ്മിൽ നോക്കി, ആരാണതിൽ കടക്കുക? അപ്പോൾ 16-കാരനായ അഭിമന്യു മുന്നോട്ടു വന്നു. ഞാൻ കടക്കും. ചക്രവ്യൂഹം ഭേദിക്കൽ. അവൻ രഥം മുന്നോട്ടോടിച്ചു. വില്ലുവളച്ച് 1000 സൈനികരെ വീഴ്ത്തി. അങ്ങനെ ചക്രവ്യൂഹത്തിന്റെ ആദ്യ വളയം തകർന്നു. രണ്ടാമത്തേത് തകർന്നു. മൂന്നാമത്തേത് തകർന്നു. പക്ഷേ പിന്നിൽ വന്ന പാണ്ഡവർ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഏകാന്ത പോരാട്ടം. അഭിമന്യു ഒറ്റയ്ക്ക്. ചുറ്റും മഹാവീരന്മാർ. കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാമ. നിയമം മറന്ന് ഒരുമിച്ചാക്രമിച്ചു. അവന്റെ വില്ലു തകർന്നു. രഥം തകർന്നു. ആയുധം നഷ്ടപ്പെട്ടു. പക്ഷേ ധൈര്യം നഷ്ടമായില്ല. അവസാന നിമിഷം ഒരു ചക്രമെടുത്ത് രഥചക്രം തന്നെ ആയുധമാക്കി. ശരീരം രക്തത്തിൽ മൂടി. എന്നാൽ കണ്ണുകളിൽ തീ. അവനെ ചുറ്റിപ്പറ്റി. അധർമ്മം ജയിച്ചു. അഭിമന്യു വീണു. അർജുനന്റെ പ്രതിജ്ഞ. വാർത്ത കേട്ട അർജുനൻ കണ്ണുകളിൽ തീ പടർന്നു. സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് ജയദ്രഥനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അഭിമന്യുവിന്റെ മരണം യുദ്ധത്തിന്റെ ഗതി മാറ്റി. അഭിമന്യു 16-ാം വയസ്സിൽ അമരനായ ധീരൻ.